നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ മുഴകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. എന്തൊക്കെ ലക്ഷണങ്ങളാണ്, അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പൊതുവേ നമുക്ക് തൈറോയിഡിൻ്റെ ഒരു സ്വെല്ലിംഗ് ഉള്ളപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ ഹോർമോണൽ ലെവൽസ്, അതായത് ബ്ലഡ് ലെവൽസിനകത്ത് തൈറോയിഡിൻ്റെ അളവ് നോർമലാണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. നോർമൽ ആണെങ്കിൽ പിന്നെ നമ്മൾ സ്വെല്ലിങ്ങിൻ്റെ കാര്യം അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ലൈൻ. ഇപ്പം ബ്ലഡിനകത്ത് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം കറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഒട്ടുമിക്കേറെ സ്വെല്ലിങ്സും ബ്ലഡിനകത്ത് പലപ്പോഴും വേരിയേഷൻസ് കാണില്ല. പക്ഷേ ഈ സ്വെല്ലിങ്സ് ബിനൈൻ ആകാം, പ്രോബ്ലമാറ്റിക് ആകാം. പ്രോബ്ലമാറ്റിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ യൂഷ്വലി നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു സർജറി അല്ലെങ്കിൽ തൈറോയിഡ് മുഴ നീക്കം ചെയ്യണമെങ്കിൽ അതിന് ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻസിൻ്റെ സംശയമുണ്ടെങ്കിൽ, അതായത് FNAC അൾട്രാസൗണ്ട് എന്ന ടെസ്റ്റുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ക്യാൻസറസ് ലീഷൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സർജിക്കൽ ഓപ്ഷൻ കൺസിഡർ ചെയ്യേണ്ടതാണ്. ബിനൈൻ ലീഷൻസിൽ പലപ്പോഴും അതിനുള്ള ഇൻഡിക്കേഷൻസ് അതിൻ്റെ സൈസാണ്. ഒത്തിരി വലുതായിട്ടുള്ള സ്വെല്ലിങ്സ് അല്ലെങ്കിൽ പ്രഷർ സിംറ്റംസ്, അതിൻ്റെ വലുപ്പം കൊണ്ട് പേഷ്യൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ റിലീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻ പറയുന്നത്. മൂന്നാമത്തെ ഒരു സാഹചര്യം നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നത് കോസ്മെറ്റിക് കൺസേൺസ്, അതായത് പലപ്പോഴും ബിനൈനായിട്ടുള്ള സ്വെല്ലിംഗ് ആയിരിക്കും, നോൺ ക്യാൻസറസ് സ്വെല്ലിംഗ് ആയിരിക്കും. പക്ഷേ കഴുത്തിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു മുഴ കാണുമ്പോൾ പേഷ്യൻറ്റിന് തന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും പുറത്ത് പോവുക അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് തൈറോയിഡ് സ്വെല്ലിങ്സിന് ചെയ്യാൻ പറ്റുന്ന സർജറീസ്? യൂഷ്വലി 2 തരത്തിലുള്ള സർജറീസാണ്. ഒന്ന്, ഹെമി തൈറോയിഡക്ടമി. ഹെമി എന്ന് വെച്ചാൽ പകുതി, അതായത് ആ മുഴയുള്ള ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഹാഫ് മാത്രം. തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതിന് ഒരു റൈറ്റും ലെഫ്റ്റ് ഒരു ലോബും പിന്നെ ഈ പറഞ്ഞ പോലെ നടുക്കൊരു കണക്ഷനും ഉണ്ട്. ഇപ്പം സ്വെല്ലിംഗ് ഒരു ഹാഫിലോട്ട് മാത്രം കൺഫൈൻഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഹെമി തൈറോയിഡക്ടമി എന്ന് പറഞ്ഞ സർജറി ചെയ്യാം. അതായത് ആ പകുതി മാത്രം നീക്കം ചെയ്യുക, ബാക്കി ഒരു ഹാഫ് ഒരു പക്ഷേ നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണ്. നോർമലായിട്ടുള്ള ഭാഗം ആ ഗ്രന്ഥിയുടെ നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതേസമയം മലിഗ്നൻസീസ് ആണെങ്കിൽ, ഒരു ക്യാൻസറസ് സ്വെല്ലിംഗ് ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ടൈംസ്, മിക്കവാറും നമ്മൾ കംപ്ലീറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യേണ്ടി വരും. അതിനെ നമ്മൾ ടോട്ടൽ തൈറോയിഡക്ടമി എന്ന് പറയുന്നു. അതിന് പുറമെ പലപ്പോഴും കഴുത്തിൽ ലിംഫ് നോഡ്സ്, അതായത് കഴുത്തിൻ്റെ പരിസരത്ത് തൈറോയിഡ് ഗ്ലാൻഡ് കൂടാതെ ചില ലിംഫ് നോഡ്സ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോൾ അൾട്രാസൗണ്ടിൽ ആ ലിംഫ് നോഡ്സിനകത്തും ഈ പറഞ്ഞ പോലെ ക്യാൻസറസ് ഇതിൻ്റെ ഒരു അംശം ഉണ്ടെന്നുള്ളൊരു സംശയം വരികയാണെങ്കിൽ തൈറോയിഡക്ടമി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നെക്ക് ഡിസെക്ഷൻ എന്നുള്ളൊരു സർജറിയും കൂടെ ചെയ്യാറുണ്ട്. അതായത് ആ കംപ്ലീറ്റ് ലിംഫ് നോഡ്സും അതിന് ചുറ്റുമുള്ള ഫാറ്റും ലിംഫാറ്റിക്സും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ക്യാൻസറസ് ലീഷൻസിന് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഒന്നുകിൽ ഹെമി തൈറോയിഡക്ടമി, അത് പലപ്പോഴും ബിനൈൻ ലീഷൻസിന് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. ഒരുമാതിരി മലിഗ്നൻ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്യാൻസറസ് ലീഷന് ഫ്രീ ചെയ്യുന്ന സർജറി യൂഷ്വലി ടോട്ടൽ തൈറോയിഡക്ടമിയാണ്. അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. തീരെ ചെറുതായിട്ടുള്ള ചില ലീഷൻസ് നമുക്ക് ഒരുപക്ഷെ ഹെമി തൈറോയിഡക്ടമി ചെയ്ത് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.